കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച അതിജീവിതയ്ക്ക് നേരെയുണ്ടായ അതിക്രൂരമായ ബലാത്സംഗം, ആ ബലാത്സംഗ ദൃശ്യങ്ങളടക്കം പകർത്തി അതൊരു കൊട്ടേഷന്റെ ഭാഗമായിരുന്നു എന്ന് വെളിപ്പെടുത്തിയ കേസിൽ ഇപ്പോഴിതാ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായി വിധി പറയാൻ പോവുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അല്പസമയത്തിനകം വിധി പ്രഖ്യാപിക്കുക. 6 പ്രതികൾക്കും അവസാനമായി പറയാൻ ഉള്ളത്, അതായത് ഈ വിധിയുടെ തൊട്ടുമുമ്പ് വാദപ്രതിവാദങ്ങളുടെ ഭാഗമായി അവസാനം പറയാനുള്ളത് ഉൾപ്പെടെ കോടതി കേട്ടുകഴിഞ്ഞു. ഉച്ചയ്ക്ക് 1 മണിക്ക് കോടതി പിരിഞ്ഞതാണ്. അതിനുശേഷം 3:30 വിധി പ്രസ്താവം ഉണ്ടാകും എന്നാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഇന്ന് തന്നെ വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് അന്തിമവാദത്തിന്റെ ഒരു ഘട്ടത്തിൽ ജഡ്ജി തന്നെ പറഞ്ഞു വെച്ച പശ്ചാത്തലവും ഉണ്ടായിരുന്നു. അവിടെ 1, 2, 3 പ്രതികൾ തങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം എന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. എങ്കിൽ 4ാം പ്രതിയായിട്ടുള്ള വിജീഷും ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്നില്ല. മറിച്ച് പെൺകുട്ടിയെ ആദ്യം കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു വിജീഷ് ഉൾപ്പെടെയുള്ളവർ ചെയ്തത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നുള്ളതാണ്. അതായത് പൾസർ സുനി സഞ്ചരിക്കുന്ന വാഹനത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് ബി മണികണ്ഠനും VP വിജേഷുമാണ്. മാർട്ടിൻ ഓടിച്ചിരുന്ന നടിയുടെ വാഹനം പൾസർ സുനി ബോധപൂർവം ഇടിപ്പിക്കുന്നു, അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു. അങ്ങനെ വാഹനത്തിലേക്ക് 3ാം പ്രതിയായ ബി മണികണ്ഠനും 4ാം പ്രതിയായ VP വിജേഷും കയറുന്നു. അവർ ബലം പ്രയോഗിച്ച് പെൺകുട്ടിയുടെ മുഖം അടക്കം വായടക്കം പൊത്തി പുറത്തുനിന്ന് ആരും ഇക്കാര്യം അറിയില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. അതിൽ പ്രതിയായിട്ടുള്ളത് VP വിജീഷാണ്. ആ വിജീഷാണ് 4ാം പ്രതി. ഇന്ന് വിജീഷ് കോടതിയിലടക്കം ഉന്നയിച്ച ആവശ്യം എന്നത് തനിക്ക് ശിക്ഷ ലഭിക്കുകയാണ് എങ്കിൽ തന്നെ കണ്ണൂർ ജയിലിലേക്ക് അയക്കണം എന്നതായിരുന്നു ആവശ്യം. നാട് തലശ്ശേരിയിലാണ് എന്നും അതുകൊണ്ട് കണ്ണൂരിലേക്കാണ് അയക്കേണ്ടത് എന്നും പറയുന്നു. ഒപ്പം തനിക്കും ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്ന പതിവ് വാദം വിജീഷും ഇന്ന് ഉന്നയിച്ച സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതേസമയം കേസിലെ 5ാം പ്രതിയായിട്ടുള്ളത് സലീം ആണ്. വടിവാൾ സലീം എന്നാണ് 5ാം പ്രതിയായിട്ടുള്ള സലീം അറിയപ്പെടുന്നത്. ഇന്ന് അഭിഭാഷകൻ പറഞ്ഞത് സലീമിന്റെ പേര് സലീം എന്ന് മാത്രമാണ്, H സലീം എന്ന് മാത്രമാണ്. വടിവാൾ എന്ന പേര് അത് പോലീസ് നൽകിയ പേരാണ് എന്നും തൻ്റെ പ്രതിയെ ആ രീതിയിലല്ല അഭിസംബോധന ചെയ്യേണ്ടത്, തൻ്റെ കക്ഷിയെ ആ നിലയിലല്ല അഭിസംബോധന ചെയ്യേണ്ടത് എന്നതടക്കമുള്ള വാദം അവസാന മണിക്കൂറുകളിൽ സലീമിന്റെ അഭിഭാഷകനും ഉന്നയിച്ചിരുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന വാദമായിരുന്നു ഉന്നയിച്ചത്. ഭാര്യയും 1 വയസ്സുള്ള പെൺകുട്ടിയും ഉണ്ട് എന്നതാണ്. സലീമും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് എന്ന് കോടതിയിൽ പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാദത്തിന്റെ അന്തിമവാദത്തിന്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയേണ്ടത്. ഈ പ്രതികളിൽ പലരും പറഞ്ഞത് ഞങ്ങൾക്ക് മകളുണ്ട് എന്നാണ്, മകനുണ്ട് എന്നാണ്. അങ്ങനെയുള്ള വാദമാണ് ഉന്നയിച്ചത്. പ്രായമായ അമ്മയുണ്ട് എന്ന വാദമാണ് ഉന്നയിച്ചത്. അങ്ങനെയുള്ള വൈകാരികമായ രംഗങ്ങൾക്ക് ആണ് കോടതി സാക്ഷ്യം വഹിച്ചത് എങ്കിൽ ആ വൈകാരികത വിവേകത്തെ ഇല്ലാതാക്കി എന്നതായിരുന്നു ഇവർക്ക് മേൽ ഉണ്ടാകുന്ന പ്രശ്നം. വിവേകത്തോടുകൂടി ആ തെറ്റിനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ സ്ത്രീ, ആ യുവതി, ആ പെൺകുട്ടിയും ഒരു ഭാര്യയാകേണ്ടവളാണ് എന്ന്, ഒരു സഹോദരിയാണ് എന്ന്, ഒരു മകളാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഈ കുറ്റകൃത്യത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. അവരാണ് ഇന്ന് കോടതിയിൽ സാഷ്ടാംഗം തെറ്റേറ്റു പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, പൊട്ടിക്കരയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ആവർത്തിച്ചു പറഞ്ഞത് ഈ വിധി എന്നത് സമൂഹത്തിന് മാതൃകയാകുന്ന വിധിയാകണം. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതിനന്ത്യം കുറിക്കുന്ന വിധിയാകണം എന്ന് കോടതിയോട് അപേക്ഷിക്കുമ്പോൾ കോടതി നിരീക്ഷിച്ചത് എങ്ങനെയാണ് സാമൂഹിക താല്പര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേസിൽ വിധി പറയാൻ സാധിക്കുക, കുറ്റകൃത്യത്തിൽ ഇവർ വഹിച്ച പങ്കെന്താണ്, ഏതൊക്കെ നിയമങ്ങളാണ് ഇവർക്ക് മേൽ നിലനിൽക്കുന്നത്, അതിനനുസരിച്ചുള്ള ശിക്ഷാവിധിയല്ലേ നൽകാൻ സാധിക്കൂ എന്നും ഒപ്പം മാറുന്ന പരിഷ്കൃത സമൂഹത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകുക എന്നതിനപ്പുറത്ത് പ്രതികളെ തിരികെ ജീവിതത്തിലേക്ക് എത്തുന്ന തരത്തിൽ അവർക്ക് മാനസാന്തരത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുകൂടി പ്രോസിക്യൂഷനോട് കോടതി ചോദിക്കുന്ന പശ്ചാത്തലവും ഇന്ന് ഉണ്ടായി. ഈ സലീം ആയിരുന്നു, അതായത് മണികണ്ഠനും ഒപ്പം വിജീഷും വാഹനത്തിൽ കയറി പെൺകുട്ടിയെ ബലാത്കാരമായി കീഴടക്കിയോ എന്ന് പരിശോധിക്കുന്ന ഉത്തരവാദിത്വമായിരുന്നു സലീമിനെ ഏൽപ്പിച്ചിരുന്നത്. കളമശ്ശേരിയിൽ എത്തിയപ്പോൾ സലീം ഈ വാഹനത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ സലീമും പ്രദീപും, അടുത്ത പ്രതിയായിട്ടുള്ള 6ാം പ്രതിയായിട്ടുള്ള പ്രദീപും സലീമും വാഹനത്തിൽ കയറി പരിശോധന നടത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. കോടതിയിൽ കരഞ്ഞുകൊണ്ട് ആയിരുന്നു കോടതിയോട് പ്രദീപ് അപേക്ഷിച്ചത് തനിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം എന്ന്. പിന്നീട് എല്ലാവരും വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രതികൾ മാർട്ടിനും വിജീഷും സലീമും പ്രദീപും ട്രാവലറിലേക്ക് കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെയാണ്
പൾസർ സുനി ഈ വാഹനത്തിലേക്ക്, പെൺകുട്ടി സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് കയറുകയും ഒപ്പം മണികണ്ഠനും മാത്രമായി മാറിയത്. ആ സമയത്താണ് ഈ കുറ്റകൃത്യം നടത്തിയത്, അതായത് ബലാത്സംഗം നടത്തിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതാണ് വളരെ കൃത്യമായി കോടതി ഇന്നിപ്പോൾ എടുത്തു പറഞ്ഞത്. അതായത് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിൽ അല്ലെങ്കിൽ ബലാത്കാരം ചെയ്തതിൽ പൾസർ സുനിക്ക് മാത്രമാണ് പങ്കുള്ളത്. പൾസർ സുനി മാത്രമാണ് ആ കൃത്യത്തിന്റെ ഭാഗമായത്. ആ സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് മണികണ്ഠനാണ്, ഈ കുറ്റകൃത്യം ചെയ്തത് പൾസർ സുനിയാണ്. പക്ഷേ ഈ ബലാത്സംഗ ഗൂഢാലോചന എന്നത് തെളിയുമോ? അതിനുള്ള അതായത് ഈ പ്രതികളെല്ലാവരും ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്ത് ആ ദൃശ്യങ്ങൾ പകർത്താനാണ് പൾസർ സുനി പദ്ധതിയിട്ടിരുന്നത് എന്നത് നേരത്തെ അറിഞ്ഞിരുന്നോ? ആ ഗൂഢാലോചനയാണ് അറിയേണ്ടത്. ആ ബലാത്സംഗ കുറ്റം എന്നത് ഇവർക്കുമേൽ നിലനിൽക്കുമോ എന്നാണ് അറിയേണ്ടത്. അത് നിലനിൽക്കും എങ്കിൽ സ്വാഭാവികമായും ഏറ്റവും കുറഞ്ഞത് 20 വർഷത്തെ തടവ് ലഭിക്കും. പക്ഷേ ജഡ്ജിയുടെ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ബലാത്സംഗ കുറ്റം എല്ലാവരിലും നിലനിൽക്കില്ല എന്ന് തന്നെയാണ്. ടോം, എന്തായാലും ഇനി അഭ്യൂഹങ്ങൾ അവസാനിക്കുകയാണ്. അല്പസമയത്തിനകം വിധി പ്രസ്താവം വരാൻ പോകുന്നു. എല്ലാവരും ഉറ്റുനോക്കുന്ന വിധിയാണ് പറയാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം, ഉച്ചഭക്ഷണത്തിന് ശേഷം കോടതി വീണ്ടും ചേർന്നോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇനി 2 മിനിറ്റ് മാത്രം. കൃത്യം 3:30 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഖണിയം വർഗീസ് നടിയാക്രമണ കേസിൽ ശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ പ്രതിനിധി, നമ്മുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് കോടതിക്കുള്ളിലുണ്ട്. അല്പസമയത്തിനകം ഒരു കാര്യം കൂടി, അതായത് 1ഉം 3ഉം പ്രതികൾക്ക് നേരെ മാത്രമാണ് IT ആക്ട് ഇപ്പോൾ ഉള്ളത് എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. IT ആക്ട് പ്രകാരം 1ഉം 3ഉം പ്രതികൾക്ക്, അതാണ് ഞാൻ പറഞ്ഞവസാനിപ്പിച്ചത്. അതായത് ഈ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ആ വാഹനം ഓടിച്ചിരുന്നത് 3ആം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്താണ് പൾസർ സുനി ഈ കുറ്റകൃത്യം ചെയ്യുന്നത്, അതായത് പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളാണ് മെമ്മറി കാർഡിൽ അടക്കം പകർത്തിയിട്ടുള്ളത്. അതായത് ബലാത്കാരം ചെയ്യുമ്പോൾ വാഹനത്തിൽ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ പൾസർ സുനി ഒന്ന്. ആ പൾസർ സുനിയാണ് ബലാത്കാരം ചെയ്തത് എന്ന് കോടതി പറയുന്നു. വാഹനം ഓടിച്ചത് മണികണ്ഠനാണ്. അതുകൊണ്ട് തന്നെയാണ് IT ആക്ട് 1ഉം 3ഉം പ്രതികൾക്ക് നേരെ മാത്രമേ നിലനിൽക്കൂ എന്ന വിവരം പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ടോം, അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. അഭിലാഷ്, 1ഉം 3ഉം പ്രതികൾക്ക് മാത്രമാണ് അവർക്കെതിരെ മാത്രമാണ് IT ആക്ട് ചുമത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ കുറ്റകൃത്യങ്ങളും, എല്ലാ വകുപ്പുകളും, നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് അനുമാനിക്കേണ്ടി വരുന്നത് 1ആം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്കും 3ആം പ്രതിയായിട്ടുള്ള മണികണ്ഠനുമായിരിക്കും മിക്കവാറും ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കാൻ പോകുന്നത്. അതായത് പൾസർ സുനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അടുത്തതായി ലഭിക്കാൻ സാധ്യത മണികണ്ഠനാണല്ലേ? തീർച്ചയായും. അത് കോടതി ഇന്ന് നേരത്തെ ഈ വാദപ്രതിവാദത്തിനിടെ, ഈ ശിക്ഷാവിധിന്മേലുള്ള വാദത്തിനിടെ ഇന്ന് വ്യക്തമാക്കിയ കാര്യമാണ്. കാരണം പ്രോസിക്യൂഷൻ ഈ പൾസർ സുനി, 1ആം പ്രതി പൾസർ സുനിയെ കൂടാതെ മറ്റു പ്രതികൾക്കും സമാനമായ കുറ്റകൃത്യങ്ങൾക്കുള്ള പരമാവധി ശിക്ഷ വേണമെന്ന് കോടതിയിൽ നിന്ന് ഉന്നയിച്ചിരുന്നു. പക്ഷേ അതായത് പൾസർ സുനി മാത്രമാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ബലാത്സംഗം ചെയ്തത് പൾസർ സുനി മാത്രമാണ്. മറ്റു പ്രതികൾ ഈ കുറ്റകൃത്യത്തിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തത്. അതായത് തട്ടിക്കൊണ്ടുവന്നത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള സാഹചര്യം ഒരുക്കുകയാണ്. അവിടെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്, അത്തരമൊരു സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ പൾസർ സുനിക്കും ഇതുപോലുള്ള ഒരു ക്രൂരമായിട്ടുള്ള കൃത്യം, അതായത് ഈ ബലാത്സംഗം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകില്ലായിരുന്നുവെന്ന്. പക്ഷേ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പൾസർ സുനിയെ കൂടാതെ മണികണ്ഠൻ, അതായത് ഈ മണികണ്ഠൻ 2 പേരുമായിരുന്ന വാഹനത്തിലുണ്ടായിരുന്നത് ഈ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത്, ഈ ബലാത്സംഗം ചെയ്ത ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത് ഇരുവരും ചേർന്നാണ്. അതുകൊണ്ടാണ് അവർക്കെതിരെ IT ആക്ട് ചുമത്തിയിരിക്കുന്നത്. പരമാവധി ശിക്ഷ, അതായത് ഈ വകുപ്പുകളിന്മേലുള്ള കൂട്ടബലാത്സംഗമാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വകുപ്പ്. കൂട്ടബലാത്സംഗത്തിൽ പരമാവധി ജീവപര്യന്തം, അതല്ലെങ്കിൽ 20 വർഷം വരെയും തടവ്. ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ചോദിച്ച ചോദ്യമുണ്ട്, ജീവപര്യന്തം എന്ന് പറയുമ്പോൾ അതെങ്ങനെ കണക്കാക്കണം? അതായത് ജീവിതാവസാനം വരെയും ജയിലിൽ കഴിയണമോ എന്നാണ് ഉദ്ദേശിക്കേണ്ടതെന്ന്. നമുക്കറിയാം, അത്തരം പല രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ട്.
പല രീതിയിലുള്ള പല നിയമ വിദഗ്ധരും പല നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും നിമിഷങ്ങൾക്കകം തന്നെ എന്താണ് കോടതിയിൽ സംഭവിക്കുക, എന്താണ് ഈ കേസിന്മേലുള്ള പ്രതികൾക്കുള്ള ശിക്ഷ, ഇതറിയാൻ ഏതാനും നിമിഷം നേരത്തെ കാത്തിരിപ്പ് മാത്രമാണ്. അതായത് തീർച്ചയായും അങ്ങനെയെങ്കിൽ അതായത് ടോം ഇന്ന് അവസാനം നടന്ന വാദഗതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത് ഏറ്റവും ഉയർന്ന ശിക്ഷ നിലവിൽ ലഭിക്കാൻ പോകുന്നത് പൾസർ സുനിക്ക് തന്നെയാണ്.